നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനടുത്ത് വെച്ച കാശ്മീരിൽ നിന്നുള്ള ഇസ്ലാം യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ മനോരോഗിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ മനോരോഗികൾ ഇങ്ങനെ നിരന്തരം ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തേക്ക് പല കാര്യങ്ങളും ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഹോട്ടൽ മുതലാളി തൻ്റെ ഗുഹ്യഭാഗത്തുള്ള രോമം തുളസിത്തറയിൽ നിക്ഷേപിക്കുകയുണ്ടായി. ഇങ്ങനെ മനോരോഗികൾ അടിക്കടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന സാഹചര്യത്തിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നത് VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ വിളയിലാണ്. നമസ്കാരം ശ്രീ അനിൽ വിളയിൽ. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തൊക്കെ ഈ മനോരോഗികളുടെ എണ്ണം കൂടുകയാണ് എന്നാണ് പോലീസ് ഭാഷ്യം. അതായത് അവിടെ ഈ തുളസിത്തറയിൽ തൻ്റെ ഗുഹ്യഭാഗത്തു നിന്ന് ചില രോമം പറിച്ചെറിഞ്ഞ തുളസിത്തറയിലേക്ക് രോമം പറിച്ചെറിഞ്ഞ അബ്ദുൽ ഹക്കീം മനോരോഗിയാണ്. ഇന്നലെ മറ്റൊരു മനോരോഗി കശ്മീരിൽ നിന്ന് വന്ന് ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനടുത്ത് വെച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് അടുത്ത് വെച്ച് കാണുകയുണ്ടായി. ഇദ്ദേഹത്തെ അവിടെ നിന്ന് പോലീസ് മാറ്റുകയും ഇദ്ദേഹവും മനോരോഗിയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? അതെ, താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഗുരുവായൂർ സന്നിധിയുടെ ആ ഒരു സ്വാഭാവികമായ ദൈവികത്വത്തിനെ ഇല്ലാതാക്കാനും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ നശിപ്പിക്കാനുമുള്ള ആസൂത്രിതമായ ധാരാളം ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നടക്കുകയാണ്. കൃത്യമായ രീതിയിൽ ഇത് ചെയ്യുന്നത് ചില പ്രത്യേക വിഭാഗങ്ങളിലെ ആൾക്കാരാണെന്നുള്ളതും തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എന്നാണ് അതിന്റെ പേര്. ആ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ഇത്രയും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനോട് മോശമായി പ്രതികരിക്കുന്ന ആൾക്കാർക്കെതിരെ എടുക്കുന്ന ഒരു കേസ് പോലും എടുക്കുന്നില്ല എന്നുള്ളതല്ല, അവരെയൊക്കെ തന്നെ മനോരോഗികളാക്കിക്കൊണ്ട് തൃശ്ശൂരിലെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ട് അടയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ്? ഈ കാശ്മീരിൽ നിന്ന് തെരഞ്ഞു പിടിച്ച് കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് അവിടെ കഴിഞ്ഞ ദിവസം മുട്ടായി വിതരണം ചെയ്തു. ഈദ് മുബാറക്ക് ആശംസകൾ നേർന്നുകൊണ്ടുള്ള കവറിൽ തയ്യാറാക്കിയ മിഠായി ആ ക്ഷേത്ര പരിസരത്ത് കൊടുത്തപ്പോൾ അതിനകത്ത് ഒരാളെ അറസ്റ്റ് ചെയ്തു. താരിഖ് അഹമ്മദ് എന്ന് പറയുന്ന കാശ്മീർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. ഇന്നത്തെ പത്രവാർത്തകളും ഇന്നലെ ആ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച അറിവുകളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു മാനസിക രോഗിയാണ്. തൃശ്ശൂരിലെ മാനസിക രോഗ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അതിനു മുമ്പാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുവായൂരിലെ നാഷണൽ പാരഡൈസ് ഹോട്ടൽ ഉടമ ഹക്കീം, അദ്ദേഹം തുളസിത്തറയില് മുഖ്യഭാഗത്തെ രോമങ്ങൾ പിഴുതെറിഞ്ഞ ഒരു പടം, ഒരു ചിത്രം, വീഡിയോ ഉൾപ്പെടെ പ്രചരിച്ചു. അതും ഇതേപോലെ തന്നെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർത്തിപ്പൊരിച്ചതാണ്. ഈ മാനസിക രോഗിക്ക് എങ്ങനെയാണ് ഹോട്ടൽ നടത്താൻ സാധിക്കുന്നതെന്ന് കോടതി ചോദിച്ചപ്പോൾ മാത്രമാണ് പോലീസ് സേനാന്മാർ ഉണർന്നത്. ഇങ്ങനെ സ്ഥിരമായി ആവർത്തിക്കുകയാണ്. അതിനു മുമ്പ് ഒരു പെൺകുട്ടി അവിടെ എന്തൊക്കെയാണ് കാണിച്ചത്? റീൽ ചിത്രീകരിക്കുന്നു. അതിനു മുമ്പ് മറ്റൊരു പെൺകുട്ടി അവിടുത്തെ ആറാട്ട് കുളത്തിനകത്ത് കാലിട്ട് കൊണ്ടിരിക്കുന്ന റീല്. ഇങ്ങനെ സ്ഥിരമായി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ പോലീസ് പിടിച്ചാൽ ഉടൻ തന്നെ അവരെയൊക്കെ മാനസിക രോഗികളാക്കി മാറ്റുകയാണ്. അതിന് തൃശ്ശൂർ വരെ പോലീസ് സേനാന്മാരെതിരെ ഇവരെ കൊണ്ടുപോകുന്നേ. ഗുരുവായൂർ ദേവസ്വത്തിന് ധാരാളം സ്വത്തുക്കൾ ഉണ്ടല്ലോ. അവരൊരു പ്രത്യേക ദേവസ്വം ബോർഡാണ്. മാനവ സേവ മാധവ സേവയാണെന്നാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദേശം തന്നെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ ദേവസ്വം ഉടനടി തന്നെ അടുത്ത ബഡ്ജറ്റിൽ തുക ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മാനസിക രോഗ ആശുപത്രി തുടങ്ങണം. അത് പൊതു ഹൈന്ദവ സമൂഹത്തിനെ സഹായിക്കാനല്ല, ഈ ലോകത്ത് എവിടെ കിടക്കുന്ന മാനസിക രോഗികൾക്ക് വന്നും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ഭംഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഉടൻ തന്നെ കൃത്യമായ രേഖ ഉണ്ടാക്കി മാനസിക രോഗികളാക്കി മാറ്റും. അവരെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു ആശുപത്രി ഉടൻ തന്നെ ഗുരുവായൂരിൽ ദേവസ്വം ബോർഡ് തുടങ്ങണമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. അത് തുടങ്ങണം, കൃത്യമായിട്ട് വേണം. കാരണം ഈ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് പണി ചെയ്യാൻ വയ്യ. ഒരുത്തരെ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകെ മൊഴിയെടുക്കണം, കുറ്റപത്രം തയ്യാറാക്കണം, കോടതിയിൽ ചാർജ് കൊടുക്കണം, പിന്നീട് കേസിന്റെ വിസ്താരം ഉണ്ടാകുമ്പോൾ മൊഴി പറയാൻ പോകണം. ഈ പൊല്ലാപ്പൊന്നും ഇല്ലല്ലോ. അതിന് പകരമായിട്ട് മാനസികരോഗിയായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരും. അതുകൊണ്ട് ഈ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർക്ക്, ഈ വിയർപ്പിന്റെ അലർജിയുള്ള ഉദ്യോഗസ്ഥർക്ക് എത്രയും പെട്ടെന്ന് ഒരു ആശുപത്രി ഗുരുവായൂർ ദേവസ്വം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവർക്ക് സുഖസൗകര്യം കൂട്ടിക്കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ കൂട്ടുള്ള സംഘടനകളുടെ ആവശ്യം. ഇന്നലെ പോലീസുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഈ കശ്മീരിലെ മിസ്സിംഗ് കേസാണ് എന്നൊക്കെയാണ്. കശ്മീരിലെ മിസ്സിംഗ് കേസാണ്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടത്തി എന്നാണ് അവർ പറഞ്ഞത്. അതിനെന്താണ്, മിസ്സിംഗ് കേസ് ആയിക്കൊള്ളട്ടെ.
ഇതിന് മുമ്പുള്ള സംഭവം ഹക്കീം നാഷണൽ പാരഡൈസ് ഹോട്ടലിന്റെ ഇതൊക്കെ തന്നെ സ്ഥിരമായി ഞാൻ ചോദിച്ചിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആൾക്കാർ മാത്രം എന്താണ് ഈ ഗുരുവായൂരപ്പനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോകുന്നേ? വേറെ ആർക്കും പ്രശ്നങ്ങളില്ലല്ലോ. അത് കൃത്യമായ ആസൂത്രണമാണ്, കൃത്യമായ രീതിയിലുള്ള. അവിടെ കശ്മീരിൽ നിന്ന് കേരളത്തിൽ തൃശ്ശൂർ വരെ എത്തി അവിടെ നിന്ന് അമ്പലത്തിനടുത്ത് നിന്ന് ഈ മിഠായി വിതരണം ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. അതെ അതെ, ഗുരുവായൂരപ്പനെ കാണാൻ ഇത്രമാത്രം അദ്ദേഹം എന്താണ് മുട്ടി നിൽക്കേണ്ട കാര്യം എന്താണ്? അതൊക്കെ ചില അജണ്ടകളുടെ ഭാഗമാണ്. ഇതേപോലെ തന്നെയാണ് കുറെ കാലത്തിന് മുമ്പ്, കുറെ കാലമില്ല, കഴിഞ്ഞ വർഷം നമ്മളുടെ ഈ ഇവിടുത്തെ മാറാട് ഒരു ഭജന മണ്ഡപം ഒരുത്തൻ കയറി അടിച്ചു പൊട്ടിച്ചു. അതൊരു ഇസ്ലാമിക നാമധാരിയായ ഒരു വ്യക്തിയാണ്. അയാളെ പിറ്റേ ദിവസം പോലീസ് പിടിച്ചപ്പോൾ പറഞ്ഞ എന്താണ്? മാനസികരോഗിയാണ്. ഈ മാനസികരോഗികൾ ഇത്രയും ഒരു പ്രത്യേക വിഭാഗത്തിൽ കൂടുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് വളരെ അപകടകരമായ ഒരു സന്ദേശമാണ്, ആരെയും മാനസികരോഗിയായി ചിത്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചില കോടുകളിൽ നിന്ന് മാനസികരോഗികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇപ്രകാരമൊക്കെ ചെയ്യിക്കുന്നതാവാനും സാധ്യതയുണ്ട്. എന്ത് വന്നാലും ഗുരുവായൂർ ദേവസ്വം ഉടൻ തന്നെ ഒരു മാനസികരോഗാശുപത്രി തുടങ്ങി ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. തൃശ്ശൂർ വരെയൊക്കെ അവരാൾക്കാരെ കൊണ്ട് പോകുന്നത് ഒഴിവാക്കണം. തീർച്ചയായും വലിയ ബുദ്ധിമുട്ടല്ലേ തൃശ്ശൂർ വരെ പോകുന്നത്, അല്ലെ? അതെ അതെ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, അത് ക്ഷേത്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കോടതിയിൽ നിന്നൊക്കെയും വളരെ നാൾ മുന്നേ തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നതാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ഒരു അവിടുത്തെ മതിൽക്കെട്ടിന്റെമായി ബന്ധപ്പെട്ട അതിൽ ഈ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നതാണ്. പക്ഷെ അതൊന്നും നടപ്പിലാക്കുവാനായിട്ട് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആര് പറഞ്ഞു സുരക്ഷ കൊടുക്കുന്നില്ലെന്ന്? താങ്കൾക്ക് തെറ്റു പറ്റിയതാണ്. മുഖ്യമന്ത്രിയുടെ മോഹൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്തോ ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള സുരക്ഷയാണ് കൊടുത്തത്, അല്ലേ? വളരെ കൃത്യമായ ഉത്തരവാദിത്തോടു കൂടി ഫോട്ടോ എടുത്തവനെ തല്ലുകയും ആ ഫോട്ടോ പിടിച്ച് മേടിച്ച് ആ ഇമേജ് നശിപ്പിക്കുകയും ചെയ്യുന്ന ജാഗ്രത ഗുരുവായൂർ ദേവസ്വത്തിലെ PROയ്ക്കൊക്കെ ഉണ്ടായല്ലോ. അതുകൊണ്ട് ജാഗ്രത കുറവൊന്നുമില്ല. ഇത് ഞാനതിനെ പറയുന്നതിന്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. തീർച്ചയായിട്ടും ഇവർക്ക് ഇതൊക്കെ ഒരു ജോലിയാണ്. ആ ഗുരുവായൂരപ്പനെ സംരക്ഷിക്കണമെന്നോ അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നോ ഒന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് അവിടെ നിയമനം കൊടുത്ത രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ട സുഖസൗകര്യം ചെയ്തു കൊടുക്കുക, അവർ വരുമ്പോൾ ക്യൂവിൽ നിർത്താതെ അവരെ തൊഴിയിക്കുക തുടങ്ങിയ കുറച്ച് അജണ്ടകൾ മാത്രമേ ഇവർക്കുള്ളൂ. ഏറ്റവും കൂടുതൽ ബലപ്രയോഗം നടത്തുന്ന സെക്യൂരിറ്റി ജീവനക്കാരുള്ളത് എവിടെയാണെന്ന് ചോദിച്ചത് ഗുരുവായൂരാണ്. നമുക്കറിയാമല്ലോ, ഇപ്പൊ കരിമ്പൂച്ചകൾ അല്ലെങ്കിൽ എന്താ വേറെ ഏതാണ്ടൊക്കെ ഇപ്പൊ പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട് സെക്യൂരിറ്റി ആയിട്ട് വരുന്നവർക്ക്. അത്തരത്തിലുള്ള രീതിയിലാണ് അവിടെ ഭക്തജനങ്ങളോട് വളരെ നിന്ദ്യമായിട്ടും മോശമായിട്ടുമാണ്. ഗുരുവായൂരപ്പൻ എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ജോലി ഉണ്ടാക്കി തന്ന പാർട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുമെന്ന രീതിയിലാണ് അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമാണിമാർ കഴിയുന്നത്. രാഷ്ട്രീയ അടിമകളായിട്ടുള്ള അവർക്ക് ഗുരുവായൂരപ്പന്റെ സുരക്ഷയെ സംബന്ധിച്ചൊന്നും ഒരു ആശങ്കയുമില്ല. എങ്ങനെയെങ്കിലും ജോലി ചെയ്യണം, പെൻഷൻ പറ്റണം, അതിൽ കൂടുതലൊന്നും അവർക്ക് ഇല്ല. അതുകൊണ്ട് കൃത്യമായി കേന്ദ്ര സുരക്ഷാ സംവിധാനം പൂർണ്ണമായും ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ശബരിമലയും ഗുരുവായൂരും പൂർണ്ണമായും കേന്ദ്ര ഏജൻസികൾ, കേരള പോലീസിനെ അടുപ്പിക്കുക പോലും ചെയ്യാതെ പൂർണ്ണമായിട്ട് കേന്ദ്ര ഏജൻസികളുടെ സംരക്ഷണ വലയത്തിലാക്കുകയും ആധുനിക രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും വേണം. അല്ലാതെ ഇങ്ങോട്ട് കയറി വരുന്നവന്റെ ശരീരം ഒന്ന് തപ്പിയാലൊന്നും ഈ കാലത്ത് ഈ ടെക്നിക്കലി വളരെ ഉയർന്ന ഒരു കാലഘട്ടമാണ്. അത് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഗുരുവായൂർ ഒരുക്കേണ്ടതാണ്. അല്ല എങ്കിൽ ഇത്തരം വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കും. മാനസികരോഗികളുടെ എണ്ണം കൂടും. ടെമ്പിൾ പോലീസിന് ഇവരെ കൊണ്ടുപോകുന്ന വലിയൊരു പണിയും കൂടും. അതെ. ഇതോടൊപ്പം മറ്റൊരു കാര്യം ചേർത്ത് പറയാനുള്ളത്, നേരത്തെ ഈ ISIS റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തിയ കശ്മീരിലേക്ക് ISIS റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തിയ വ്യക്തി ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് പാഞ്ചജന്യം ഹോട്ടലിൽ വന്ന് താമസിച്ചതായിട്ട് രേഖയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഈ കാര്യത്തിനെ പറ്റിയിട്ട് ഒരു തിരക്കുവാനും പരാതിപ്പെടുകയുണ്ടായി ഹൈക്കോടതിയിൽ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ. അത് അങ്ങനെ ഉണ്ടായപ്പോൾ പോലും ഈ ക്ഷേത്രത്തിന് മതിയായ സുരക്ഷ അതിനുശേഷം പോലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ളതാണ്. VIP പാസുകൾ VIP ഗേറ്റ് ഫലപ്രദമായ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ, തീർച്ചയായിട്ടും. ഈ പാഞ്ചജന്യം ഹോട്ടലല്ല, പാഞ്ചജന്യം ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൗസ് ആണ്, അത് മനസ്സിലാക്കണം. ആ ഗസ്റ്റ് ഹൗസിലെ ഏതൊക്കെ തീവ്രവാദികളാണ് വന്ന് താമസിക്കുന്നതെന്നൊന്നും കണ്ടുപിടിക്കാനുള്ള യാതൊരു സംവിധാനവുമില്ല. ആരെങ്കിലും നമ്മൾ നോക്കൂ, ഈ രാജ്യത്ത് ഒരു ആധാർ കാർഡ് വ്യാജമായി ഉണ്ടാക്കാൻ ആർക്കാണ് പ്രയാസമുള്ളത്? എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഏതെങ്കിലും ഈ കൊണ്ടുവരുന്ന
ഈ ആധാർ കാർഡിന്റെ QR കോഡ് പരിശോധിച്ച് അത് ശരിയാണെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ബാധ്യത ഗുരുവായൂർ ദേവസ്വം ബോർഡിനുണ്ട്. ഒരു QR കോഡ് സ്കാൻ ചെയ്യത്തക്ക ഒരു ആധുനിക ഉപകരണം പോലും അവർ വെച്ചിട്ടില്ല. ആരേത് വ്യാജരേഖ ഉണ്ടാക്കി കൊടുത്താലും ഇപ്പോൾ അതിനെ സ്വീകരിച്ചുകൊണ്ട് അവിടെ സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി കയറി ഇറങ്ങാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത്. അത് വളരെ ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇക്കാര്യങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ വളരെ അപകടകരമായ രീതിയിലേക്ക് അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ മാറും. എന്തായാലും മേലിലെങ്കിലും ഈ മനോരോഗികൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരില്ല എന്ന് പ്രതീക്ഷിക്കാമല്ലേ? അവരുടെ സുരക്ഷ അല്ലല്ല വരുന്ന ആരും മനോരോഗികളല്ല. വരുന്നവർക്ക് വേറെ ഉദ്ദേശമുണ്ട്. പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരെ മനോരോഗികളാക്കുന്ന ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെയാണ് പ്രശ്നമുള്ളത്. അതെ നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.